ഹലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. ബർദമാൻ റോസ് ജീരകശാല റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കണം. നമുക്ക് ഓണിയന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് റീസൻസും കാഷ്യൂവും നമുക്കൊന്ന് വറുത്തെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗീ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബർദമാൻ ജീരകശാല റൈസാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരു 3 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുൻപ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയ ആ സെയിം എണ്ണ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കണം. അതിൽ കൂടെ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പകുതി ഓണിയൻ ആഡ് ചെയ്താൽ മതി. കുറച്ച് ഉപ്പ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് വെള്ളം വേണം നെയ്ച്ചോറ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. പകുതി നാരങ്ങ. ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് ഫസ്റ്റ് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മസാല പ്രിപ്പയർ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് സവോള അരിഞ്ഞത് ആഡ് ചെയ്യാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളകും ഗരം മസാലയും ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലാക്കാം. ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫിഷ് ഇട്ടെടുക്കാം. ഇനി ബിരിയാണി മേക്കിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് കിടക്കുകയാണ്, ലെയറിങ് പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബർദമാൻ റോസ് ജീരകശാല റൈസ് നമ്മൾ ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി. നല്ല അടിപൊളി സ്മെല്ലുണ്ട് ഈ ഗീ റൈസിന്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സ്ചർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും. പാലും റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടുള്ളൊരു മിക്സ്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് ലെയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം.